ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൃഷ്ണമോളും നമ്മുടെ വൈജയും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ നമ്മുടെ വൈജു ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് ഇത്ര കോലാഹലം, എന്താണ് ഇത്ര ബഹളം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ലമ്മേ, ഇവിടെ അമ്മയുടെ മോളെ അടുക്കളയിൽ കയറി പെരുമാറുന്നതിന്റെ ഒച്ചപ്പാടായി കേൾക്കുന്നത്. ബബിത അടുക്കളയിൽ കയറാനായിട്ട് എന്തേ ഇവിടത്തെ നിങ്ങളുടെ പുന്നാര അലീന ചേച്ചിക്ക് എന്തേ പറ്റിയത്? അവള് ചത്തുപോയോ? അവള് ചത്ത് പണ്ടാരോ അടങ്ങിയോ? അപ്പോഴത്തേക്കും പൊറുപുറത്തോണ്ട് കൃഷ്ണമോൾ എന്തോ അങ്ങ് പറഞ്ഞു. എന്തോ അല്ല പറഞ്ഞത്, അല്ലെങ്കിലും ഇതാ അമ്മയുടെ ഒരു റെസ്പെക്ട് തോന്നാത്തതെന്ന്. ഓ, ഈ പൊറുപുറത്തത് കേട്ടപ്പോഴത്തേക്കും വൈജ, എന്താടി പൊറുപുറത്തത്? ഇത് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ടുള്ളതാ, ഈ പൊറുപുറുക്കൽ എൻ്റെ അടുത്ത് വേണ്ടാന്ന്. എന്ത് ചോദിച്ചാലും അവക്കൊരു പൊറുപുറുക്കല്. എൻ്റെ പൊന്നമ്മേ, ഞാൻ പൊറുപുറത്തതല്ല. അലീന ചേച്ചിക്ക് വയ്യ, തലവേദനയും നല്ല പനിക്കോളും ഉണ്ട്. അതുകൊണ്ടാ ബബി ചേച്ചി ഇപ്പം അടുക്കളയിലേക്ക് കയറിയേക്കുന്നത്. അലീന ചേച്ചിക്ക് ചുക്ക് കാപ്പി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അയ്യോ, ആ ബബിതയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അവക്ക് എക്സാം ഉള്ളതല്ലേ, പിന്നെ എന്തിനാ അടുക്കളക്കാരിക്ക് സഹായത്തിന് നിൽക്കുന്ന അവള്? ഇനി അവളുടെ കയ്യിൽ നിന്ന് പനി വല്ലോ പകർന്നാലോ അവക്ക് എക്സാം എഴുതാൻ പറ്റുമോ? അങ്ങനെ പകരത്തൊന്നുമില്ല. ഇനി പകരാനാണെങ്കിൽ രോഹിയേട്ടന്റെ കയ്യിൽ നിന്ന് പണ്ടേ കിട്ടേണ്ടതല്ലേ, കിട്ടിയില്ലല്ലോ. അലീന ചേച്ചിക്ക് രോഹിയേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. കണക്കായി പോയി. വലിയ മദർ തെരേസ കളിക്കല്ലായിരുന്നോ? പണ്ടുള്ളവര് പറയാറ് ഉണ്ടായിരുന്നു, വയ്യാത്ത പട്ടി കയ്യാലെ കയറരുത് എന്ന്. ഓ, അത് ശരിയാ. ആ പറഞ്ഞ മദർ തെരേസ ഉള്ളത് കൊണ്ടാ മോൻ വാ തുറന്ന് രണ്ടക്ഷരം പറയാൻ തുടങ്ങിയതും കഴിക്കാൻ തുടങ്ങിയതും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും അവൻ വാ പൂട്ടി അങ്ങോട്ട് നടക്കുമല്ലേ. നിന്നെ ഇതുപോലെ പൊട്ടിയാക്കാൻ പറ്റത്തുള്ളൂ, വൈജയന്തിനെ പൊട്ടിയാക്കാൻ ആർക്കും പറ്റത്തില്ല. അത് ശരിയാ. അമ്മേനെ പൊട്ടിയാക്കാൻ ആർക്കും പറ്റത്തില്ല. അതിനെനിക്ക് നോ കമന്റ്സ്. എന്റെ പൊന്നു കൃഷ്ണേ, നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ. ഞാൻ അതിന് മര്യാദയ്ക്ക് ഒരുങ്ങിയ റൂമിലേക്ക് പോയപ്പോഴത്തേക്കും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അമ്മയല്ലേ. നീ നിന്റെ പാട് നോക്കി പോവച്ചേ, വെറുതെ പുറകുറുക്കാതെ. താങ്ക്സ്. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, അവക്കോ വന്നു പനിയ. ഇനി നീയും കൂടെ പോയി പകർത്തേക്കരുത്. എന്താ നീ തിരിഞ്ഞു നോക്കുന്നത്? എന്തേലും പറയാനുണ്ടോ കൃഷ്ണേ? നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞോണം, പുറത്തോണ്ട് പോയേക്കരുതെന്ന്. അപ്പൊ നമ്മുടെ കൃഷ്ണമോൾ ഒരു ചിരിയും പാസ്സാക്കിയിട്ട് അങ്ങ് പോയിട്ടോ. കാര്യമില്ലെന്ന് മനസ്സിലായി. ഏതായാലും വൈജ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി മരവിപ്പിച്ച് ഇങ്ങനെ എന്താ പറയാ മരപ്പിച്ച തലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബഹബീദയാണെങ്കിൽ രോഹിത്തിന്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. രോഹിത് ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ പുസ്തകങ്ങളൊക്കെ പൊടി തട്ടി ഇങ്ങനെ എടുക്കണുണ്ട്. അങ്ങനെ ബബിത രോഹിത്തിന്റെ റൂമിന്റെ അകത്തേക്ക് കയറി വന്നു. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ചിരിയൊക്കെ നമ്മുടെ ബബിതയ്ക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് രോഹിത്, എന്താ ഇത്ര കിണിക്കാനായിട്ടുള്ളത്? അല്ല, പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പം ഞെട്ടാൻ വയ്യാത്തോണ്ട് ഞാൻ ചിരിച്ചതാ. എന്താ, നിനക്ക് ഇന്ന് കോളേജിലൊന്നും പോവണ്ടേ? എന്ത് പറയാനാ ഇപ്പൊ ഈ റൂമിലേക്ക് വരുന്നത്? എന്നെ കളിയാക്കാനാണോ? ഓ, ഞാൻ കളിയാക്കാനൊന്നും വന്നതല്ല. അല്ല, നിനക്ക് താഴെ വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ചോദ്യത്തിനും മറുപടി തരാം. 1, എനിക്ക് കോളേജിൽ പോണം. 2, താങ്കളുടെ കെയറർ അലീന ചേച്ചിക്ക് പനി, അതുകൊണ്ട് എന്റെ കോളേജിൽ പോക്ക് ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി ഇപ്പൊ അർഹിക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് പെട്ടെന്ന് എണീച്ചിട്ട്, അലീന ചേച്ചിക്ക് ഇതെന്താ പെട്ടെന്നൊരു പനിയെ? ഞാനേ ഡോക്ടറൊന്നും അല്ല പനി എന്താണെന്ന് അറിയാനായിട്ട്. അല്ല, എന്റെ അലീന ചേച്ചി എന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നീയാണല്ലോ ആദ്യം അലീന ചേച്ചിന്ന് വിളി തുടങ്ങിയത്. ഓ, അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എനിക്ക് കോളേജിലും കൃഷ്ണജിക്ക് ഡാൻസ് ക്ലാസ്സിലും പോകണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ ഉത്തരവാദിത്വത്തോടെ അലീനയെ ആരെങ്കിലും ഏറ്റെടുക്കണം. അലീന ചേച്ചിയെ ആരെങ്കിലും ഏറ്റെടുക്കണം. ഓ, ഞാനുണ്ടല്ലോ ഇവിടെ, നിങ്ങൾ വെക്കോ, ഞാൻ നോക്കിക്കോളാം, ദേ ഞാൻ വരിക എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ രോഹിത് വരാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതെന്താ ഈ പറയുന്നത്? സത്യമാണോ? എന്നാ പിന്നെ പുസ്തകങ്ങളൊക്കെ എടുത്തോ, ഞാൻ വരുന്നവരെ ബോറടിക്കണ്ടല്ലോ. ഞാൻ ബോറടിപ്പിക്കത്തൊന്നും ഇല്ല. ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ, അലീന ചേച്ചിനെ കെയർ ചെയ്യാൻ പോവാ. ഓ, വണ്ടി ഇടിച്ചെന്നറിഞ്ഞാൽ പോലും ഇവിടെ വേറെ ആരെയും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ പോകുന്നത് കണ്ടില്ലേ അലീന ചേച്ചിനെ നോക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് താഴെ എത്തിയിട്ടോ. ഇവര് സംസാരിച്ചുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ റൂമിൽ ചെന്ന് അലീനയെ തൊട്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു, ദേ ചില്ലറ ചൂടല്ലല്ലോ, നല്ല ചൂടുണ്ടല്ലോ. എന്നാ പിന്നെ പനി തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ പനിയില്ലായിരുന്നു.
ആ അതേലോ രോഹിത്തേട്ടാ, ഇപ്പൊ നല്ല ചൂടുണ്ടല്ലോ. ഞാൻ അച്ഛനോടെ ഒരു ഡോക്ടറിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി റെഡി ആവട്ടെ, എനിക്ക് എക്സാം ഒക്കെ ഉള്ളത്, അപ്പോൾ കോളേജിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്റെ ടൈം വെറുതെ പോകുന്നു പറഞ്ഞുകൊണ്ട് ബബിത അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന കണ്ണിങ്ങനെ തുറന്നപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, ഉറങ്ങിക്കോ, ദേ ഞാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇനി ഞാനും കൃഷ്ണമോളും വരുന്നത് വരെ നോക്കാനായിട്ട് ഏറ്റവും ഉത്തരവാദിത്ത ബോധമുള്ള കെയറുണ്ട് കേട്ടോ ഇവിടെ. അതാണ് ഈ രോഹിത്. ദേ രോഹിത്തേട്ട, നല്ലതുപോലെ നോക്കിക്കോണേ, കാപ്പി കുടിപ്പിച്ചോണം, ഇപ്പൊ എണീപ്പിച്ച് കുടിപ്പിച്ചാൽ അത്രയും നല്ലത്. ചൂടാറി കഴിഞ്ഞാലേ കൊള്ളത്തില്ലായിരിക്കും, ചുക്ക് കാപ്പിയല്ലേ. അല്ല, കൃഷ്ണമോൾ ഉണ്ടാക്കിയോ ഈ കാപ്പി? ആരാ ഉണ്ടാക്കിയത്? ആ, ഏത് കൃഷ്ണമോള്? എനിക്കറിയാം, മനസ്സിലായി. ഇതേ കൃഷ്ണമോളൊന്നും അല്ല ഉണ്ടാക്കിയത്. പിന്നെ ആരാ? നീയാ? ദേ എനിക്കൊന്നും വയ്യ പറയാനായിട്ട്, എല്ലാം ഇനിയിപ്പൊ എന്റെ തലയിലായിരിക്കുമല്ലോ. ടാബ്ലറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഡോക്ടർ വന്നിട്ട് ടാബ്ലറ്റ് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തേക്കണം, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് പോയിട്ടോ. അലീന ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമോ സന്തോഷമോ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാം. ഈ സമയത്ത് രോഹിത് പറഞ്ഞു, അലീന ചേച്ചി പറഞ്ഞേ, കാപ്പി കുടിച്ചേ, എണീക്ക്, കാപ്പി കുടിച്ചിട്ട് കിടക്കാം, ചുക്ക് കാപ്പിയല്ലേ, കഴിക്ക്, കുടിക്ക് എന്നൊക്കെ പറഞ്ഞു. അലീന പതുക്കെ പതുക്കെ കൈയൊക്കെ കുത്തി എണീറ്റു കേട്ടോ. കുത്തി ഇങ്ങനെ എണീക്കാൻ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു പ്രയാസം. അപ്പൊ നമ്മുടെ രോഹിത് എന്ത് ചെയ്തു, കൈയൊക്കെ കൊണ്ട് താങ്ങി കൊടുത്ത് പതുക്കെ എണീപ്പിച്ചിട്ട് ആ ചുക്ക് കാപ്പിയൊക്കെ പതുക്കെ ആ കട്ടിലയിൽ ഇരുന്നിട്ട് കുടിപ്പിക്കുകയാണ്. എന്നാലും അലീന ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മുടെ രോഹിത് പറഞ്ഞു, അല്ല ഇനി അമ്മയും കൂടിയല്ലേ ഉള്ളൂ ഈ സ്നേഹത്തിന് മുമ്പില് തോൽവി സമ്മതിക്കാനായിട്ടെന്ന്. അപ്പോഴത്തേക്കും അലീന ഒന്ന് നോക്കിട്ടോ, അലീന വല്ലാണ്ടങ്ങ് ആയിപ്പോയി. അപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു, അതോടെ ഓക്കെ ആയാലേ ഈ വീട് സ്വർഗമായിരിക്കും, സ്വർഗം അല്ലേ അലീന ചേച്ചി? അപ്പൊ നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല. അലീനയുടെ കണ്ണുകളിൽ കൂടി ഇങ്ങനെ കണ്ണീര് വരികയാണ്. അപ്പൊ രോഹിത് പറഞ്ഞു, ദേ ഇതെന്താ കാണിച്ചോണ്ടിരിക്കുന്നത്, വേഗം കുടിക്ക്, എന്നിട്ട് കിടക്കാൻ നോക്ക്, ഇങ്ങനെ എണീറ്റിരിക്കണ്ട, ക്ഷീണം കൂടുള്ളൂ, റെസ്റ്റ് എടുത്താലല്ലേ ക്ഷീണം കുറയത്തുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കുടിച്ചേ, ആ കുറച്ച് കാപ്പിയല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് കുടിച്ചാൽ തീരാന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ ഒരു ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ അലീനയ്ക്ക് വേണ്ടി. അപ്പൊ ആ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നു. അപ്പം ഒരു ലേഡി ഡോക്ടറാണ് കേട്ടോ വന്നേക്കുന്നത്. അല്ല സാറേ, ഇവിടെ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച എന്റെ ഹസ്ബൻഡ് സാറിന്റെ മോനെ നോക്കാൻ വേണ്ടി വന്നത്? നിങ്ങൾക്ക് ആശുപത്രി പോകാൻ മടിയാണെന്ന് തോന്നുന്നു. അത് പിന്നെ, അല്ല അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പേര് കാണുമല്ലോ, പിന്നെ ഇങ്ങോട്ടേക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഈ പകർച്ചവ്യാധി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല ഡോക്ടർ അകത്തേക്ക് വാന്ന് പറഞ്ഞു ബാലചന്ദ്രൻ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വിളിച്ചോണ്ട് അലീനയുടെ റൂമിലേക്ക് ചെല്ലാം. അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തു. ചെക്കപ്പ് ഒക്കെ നോക്കി ഡോക്ടർ പറഞ്ഞു, വൈറൽ ഫീവർ ആണ്, പകർച്ചവ്യാധി ആണല്ലോ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ പെട്ടെന്ന് മാറും, എഫക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇതൊക്കെ കേട്ടോണ്ട് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണെങ്കിൽ അതെ ഈ മരുന്ന് അങ്ങോട്ട് കൊടുക്കുക, റെസ്റ്റ് അത്യാവശ്യമാണ് കേട്ടോ, റെസ്റ്റ് ഇല്ലാതെ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് എടുക്കണം, ഇത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് റെസ്റ്റ് എടുപ്പിക്കണം, പിന്നെ ഞാനങ്ങ് ഇറങ്ങുകയാണെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ഇറങ്ങാൻ തുടങ്ങുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ടെസ്റ്റ് എടുത്തോണം കേട്ടോന്ന് അലീനയോട്. അപ്പൊ അലീന പറഞ്ഞു, ആ ഡോക്ടർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അങ്ങ് ഇറങ്ങി. അവിടെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും നമ്മുടെ ബാലചന്ദ്രനും ഉണ്ടായിരുന്നു, ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ അങ്ങ് ഇറങ്ങി, ഡോക്ടറിന്റെ പുറകെ നമ്മുടെ ബാലചന്ദ്രനും ഇറങ്ങി. അപ്പോഴത്തേക്കും രോഹിത്തിന്റെ അടുത്തേക്ക് ബബിത വന്നിട്ട്, അതെ ഭക്ഷണം അടുക്കളയിലുണ്ട്, മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഭക്ഷണം കൊടുത്താൽ മതി എന്നാ എനിക്ക് തോന്നുന്നത്, ആദ്യം മരുന്ന് കൊടുക്കുക, അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുക. അപ്പൊ നമ്മൾ കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കാവുള്ളൂ, പച്ചവെള്ളം കൊടുക്കരുത് കേട്ടോ, ചൂടുവെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, ഇനി വൈകണ്ട, താമസിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെയും അതുപോലെ തന്നെ ബബിതയും പറഞ്ഞു വിടുവാണ് കേട്ടോ. എന്തൊരു ഉത്തരവാദിത്വ ബോധമാണ് എല്ലാവർക്കും നമ്മുടെ അലീനയെ നോക്കാനായിട്ട്. വല്ലാണ്ടൊരു സ്നേഹം നമ്മുടെ അലീനയ്ക്ക് തോന്നുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ സ്നേഹപ്രകടനം കണ്ടിട്ട് വല്ലാണ്ടങ്ങ് അലീനയ്ക്ക് അങ്ങ് എന്താ പറയാ ഇമോഷണൽ ആയി പോകണം. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ നിന്നിട്ട് പറയാ, ഓ ഞാൻ ഇവിടെ വയ്യാണ്ട് കിടന്നപ്പോ ആരും എന്നെ നോക്കിയില്ല, ഇപ്പൊ ഇവിടെ VIP ട്രീറ്റ്മെന്റ് ആണല്ലോ എല്ലാവരും കൂടെ നടത്തുന്നത്, ചുറ്റും പരിചരിക്കാൻ എത്ര പേരാണുള്ളത്, ഓ ഇവിടെ ഇപ്പം രോഗിയെ നോക്കാനുള്ള ആൾക്കാരെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, ഓ ഞാനില്ലേ എനിക്ക് വേറെ പണിയുണ്ട്, കൃഷ്ണമോളെ നീ വരുന്നുണ്ടോ, നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും കൃഷ്ണയും അങ്ങ് പോവാണ് കേട്ടോ. ബബിത കേട്ടോ പറയുന്നത്.
എന്നിട്ട് കൃഷ്ണമോള് പറഞ്ഞു, ദേ ഞാൻ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ദേ ഈ അസൂയക്കും കച്ചുണ്ടിക്കും മരുന്നില്ലെന്നാ കേട്ടേക്കണത് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എടി മേടിക്കും കേട്ടോ, ടാറ്റച്ചാ ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോയിട്ടോ. നമ്മുടെ അലീനയുടെ മുഖം എന്ന് പറഞ്ഞാല് ഇതുപോലെ ഇതുവരെ തെളിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല അലീനയുടെ മുഖം. അതുപോലെ ഒരു സന്തോഷവും അതിലുപരി സങ്കടവും. അതായത് ആ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞ, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞ ഇതൊന്നും ഒരിക്കലും അലീന അത് പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പൊ അത് കിട്ടിയപ്പോഴത്തേക്കും അലീനക്ക് ഭയങ്കര സന്തോഷം. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണയോടല്ല രോഹിത്തിനോട് പറഞ്ഞു, അതെ ഞാൻ കടയിലേക്ക് പോവാ, നീ നോക്കിക്കോളൂല്ലോ. അയ്യോ ഞാൻ നോക്കിക്കോളാം അച്ഛാ, ഞാൻ നോക്കിക്കോളാം, അച്ഛൻ കടയിലേക്ക് പൊക്കോളാം പറഞ്ഞു. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ, മോളെ അലീന ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ രോഹിത്താണ് ഇനി അലീനയെ മൊത്തം നോക്കുന്നത്, മൊത്തം കെയർ ചെയ്യുന്നത്. രോഹിത്തിന് എന്താ പറയാ, കടപ്പാട് വീട്ടാൻ പറ്റിയൊരു സമയം തന്നെയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കാണ്, എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുക. ഈ സമയത്ത് നമ്മുടെ മനുവിനെ ബാലചന്ദ്രൻ വിളിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല മനു നീ എവിടെയാടാ? അതെ എറണാകുളം പൊക്കോണ്ടിരിക്കുക ഞാന്. ആ എറണാകുളം പോകണം, എന്നാ പിന്നെ കുഴപ്പമില്ല, നീ തിരിച്ചു വരുമ്പോ വിളിക്ക്. അത് പിന്നെ ഞാൻ ഇനി വീട്ടിലേക്ക് അടുത്ത ആഴ്ചയുള്ളൂ. എന്താ പ്രശ്നം? ഏയ് കാര്യമൊന്നുമില്ല, നീ പിന്നെ വിളിച്ചാൽ മതി ഫ്രീ ആകുമ്പം. അങ്കിള് ചുമ്മാതെ എന്നെ വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാര്യം പറയാം അങ്കിള്, എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ ഇത് വലിയ സീരിയസ് കാര്യമൊന്നും അല്ല. ഇവിടെ ഒരാൾക്ക് ചെറിയൊരു പനി, നിന്നെ ഒന്ന് അറിയിച്ചേക്കാന്ന് വിചാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ആർക്കാ പനി? വൈജയന്റിക്കാണോ? ആ ബെസ്റ്റേ, ഇവിടെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പനി വന്നിട്ട് നിന്നോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോടാ? ഇല്ലല്ലോ. എടാ മണ്ട, എടാ തിരുമണ്ടം കൊണാപ്പ. വെറുതെ അല്ല അവള് നിന്നിട്ട് വട്ട് തട്ടുന്നത്. അല്ല അപ്പൊ അലീനിക്കാണോ പനി? ഓ ചുച്ചു ചുച്ചു അവക്ക് തന്നെ ഭയങ്കര ബുദ്ധിമാനാണല്ലോ നീ. അല്ല എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരിക. അപ്പൊ എറണാകുളത്ത് പോവല്ലേ നീ? അത് പിന്നെ അതിപ്പോ തന്നെ നമുക്ക് മാറ്റി വെക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. എടാ എന്നാലും ഞാനേ ആ വാട്സപ്പിൽ ഒരു മരുന്നിന്റെ ഒരു ചെറിയൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വരുമ്പോ മേടിച്ചോണ്ട് വരണേ. ഓ അപ്പൊ ഞാനോർത്ത് എന്റെ സ്നേഹം കൊണ്ട് വിളിച്ചതാന്ന്. മരുന്ന് മേടിക്കാൻ വേണ്ടി വിളിച്ചതാണല്ലേ, മനസ്സിലായി. ആ നീ വാ, ഞാൻ കടയിലേക്ക് ഇറങ്ങും, രോഹിയുണ്ട് ഇവിടെ, അവളെ നോക്കുന്നതേ ഇപ്പൊ രോഹിത്താ. ഓക്കെ അങ്കളെ, എന്നാ ഞാൻ ഇപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഫോൺ കട്ട് ചെയ്തു കേട്ടോ. മനുവിനും വലിയൊരു വെപ്രാളം, മാത്രമല്ല മനുവിന് നല്ലൊരു ചാൻസ് ആണല്ലോ കിട്ടിയേക്കുന്നത്, നമ്മുടെ അലീനയെ കയറി ചെയ്യാനും അലീനയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ മനു ആ ഒരു ഇത് കളയത്തില്ല, ഒരു സ്പേസ് നമ്മുടെ മനു മാറ്റി വെക്കും തീർച്ചയായിട്ടും. ഏതായാലും ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്തിനെയാണ്. അപ്പം രോഹിത്തിന്റെ ഫോണിലേക്കല്ല തോന്നുന്നു കേട്ടോ, അലീനയുടെ ഫോണിലേക്കാന്ന് തോന്നുന്നു. പെട്ടെന്ന് ഒരു കോള് വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്ത് ഫോൺ എടുത്ത ഉടനെ നമ്മുടെ മനുവാണ്. അപ്പൊ മനു പറഞ്ഞു, അതെ രോഹി നീയാണോ? അല്ല അലീന എവിടെ? അലീനയ്ക്ക് എങ്ങനെയുണ്ട്? അലീന ചേച്ചി ഇവിടെ ഉണ്ട്, കിടക്ക, പനിയെ ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്, പിന്നെ നല്ല ഉറക്കാണെന്നേ. അല്ല മനുവേട്ടൻ എങ്ങനെ അറിഞ്ഞു അലീന ചേച്ചിക്ക് പനിയാണെന്ന്? കൃഷ്ണ വിളിച്ചു പറഞ്ഞോ? അങ്കിള് വിളിച്ചു പറഞ്ഞാടാ, മരുന്നിന്റെ ആ ഒരു ഇത് അയച്ചു തന്നായിരുന്നു എനിക്ക് മരുന്ന് മേടിക്കാനായിട്ട്. അല്ല ഹോസ്പിറ്റലിൽ പോകേണ്ട വല്ല കേസും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഡോക്ടർ വന്നായിരുന്നു, അതായിരിക്കും മിക്കവാറും അച്ഛനെ അയച്ചു തന്നത്. എന്നാ പിന്നെ ശരിടാ, നേരിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അലീന പെട്ടെന്ന് എണീറ്റ ഉടനെ തന്നെ വെള്ളം ചോദിക്കാണ്. അപ്പൊ രോഹിത് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വെള്ളം എടുത്തിട്ട് വരാം, മനുവേട്ടനെ ഇപ്പൊ മരുന്നുമായിട്ട് വരുന്നുണ്ട്, ചേച്ചിയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ തന്നെ വെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ രോഹിത് വെള്ളം എടുക്കാനായിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മനു എത്തുകയാണ്. മനു ഡോറൊക്കെ തുറന്ന് വന്നു, കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് വന്ന് വാതിൽ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഇതെന്താ ബെല്ലടിച്ചിട്ട് വീട്ടിൽ കയറാത്തത്? അപ്പം ബെല്ലടിച്ചിട്ട് പെട്ടെന്ന് എന്തോ എടുക്കാൻ മറന്നിട്ട് കാറിലേക്ക് പോയായിരുന്നു നമ്മുടെ മനുവെ. അപ്പൊ മനു പറഞ്ഞു, അതെ ഒരു സാധനം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കവറൊക്കെ എടുത്തോണ്ട് വരികയാണ്. കവറൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് ചോദിച്ചു, ഈ കവറിൽ ഇതെന്താ? അത് പിന്നെ മരുന്നാടാ, അങ്കിള് തന്നില്ലായിരുന്നോ ചെറിയൊരു ഇത്, അപ്പം അതിനകത്തെ മരുന്നാണ്. അല്ല മരുന്ന് എക്സ്ട്രാ മേടിച്ചോ? കാരണം ഇച്ചിരി കൂടുതലാണല്ലോ. അല്ല അലീന എവിടെ അത് പറ. അത് പിന്നെ റെസ്റ്റ് എടുത്തോളന്നുള്ള ബബിതയുടെ കർശനമായ നടപടികളുണ്ട്, അതുകൊണ്ട് കട്ടിലേന്ന് ഇറങ്ങിയിട്ടില്ല, എല്ലാവരെയും പേടിച്ചിട്ട്. ഒരാളെങ്കിലും പേടിയുണ്ടല്ലോ, എന്നെ പേടിയില്ല. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പുറത്ത് ഇച്ചിരി മുഷ്കത്തിയല്ലേ, അതുകൊണ്ടാ മനുവേട്ടാ, വേറെ ഒന്നും വിചാരിക്കണ്ട. അല്ല നീ ഒക്കെ അല്ലേ മനു?
അല്ല മനു എന്നല്ല രോഹിത്തെ, അതെന്താ ഒരു ചോദ്യം? ഞാനും ഒക്കെയാ. നമ്മള് അവസാനം കാണുമ്പോഴേ നീ ഒരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടി ഒരു ബെഡില് ഇങ്ങനെ മാറി കിടക്കുമായിരുന്നു. എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ നീ. ജീവനില്ലാത്ത പോലെ അല്ലേ? അതല്ലേ മനുവേട്ട ഉദ്ദേശിക്കുന്നത്? ജീവനും ജീവിതവും ഒന്നും ഇല്ലായിരുന്നു മനുവേട്ട. അലീന ചേച്ചി തിരിച്ച് പിടിച്ചുകൊണ്ട് എനിക്ക് എന്റെ ഉള്ളംകൈയിൽ വെച്ച് തന്ന ജീവന ഇത്. പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് കടക്കാനുണ്ട്. നീയും തുടങ്ങിയോ ഫിലോസഫി ക്ലാസ്? ഇതിപ്പം അലീനയുടെ കൂടെ കൂടിയിട്ടാന്ന് തോന്നുന്നു. എടാ, നിനക്കൊരടി കിട്ടുന്നത് നല്ലതാടാ. ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് എണീക്കാൻ പറ്റും. അതാ നമ്മുടെ ടേണിംഗ് പോയിന്റ്. അതുകൊണ്ട് നിനക്ക് അടി കിട്ടിയത് നല്ലത് തന്നെയാ. അലീനയല്ല ഹരിയും ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരണം എന്ന് തന്നെയാ എൻ്റെ ഒരു സോറി മനുവേട്ട, സോറി, ഒരുപാട് സോറി. എല്ലാവർക്കും ഞാൻ കാരണം ഒരു നാണക്കേട്. വേണ്ട വേണ്ട, നീ എനിക്ക് എൻ്റെ അനിയനെ പോലെ തന്നെയല്ലേ. നീ എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഇതൊക്കെ സംഭവിച്ചു പോയി. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ദേഷ്യമൊക്കെ വരും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചാല്. പക്ഷെ അത് ഞാൻ മനസ്സിൽ കൊണ്ടൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ആ കാര്യമൊക്കെ വിട്ടുകളാ. വാടാ മോനെ എന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ അലീനയുടെ റൂമിലേക്ക് മനു തന്നെ രോഹിതിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ മനു വന്നത് നമ്മുടെ രോഹിത് അല്ല, സോറി, മനു വന്നത് നമ്മുടെ അലീന. ആ മനുവേട്ട, എന്ത് പറ്റി നിനക്ക്? നീ അങ്ങ് വീണുപോയോ? ഇത്ര അവശത എന്താ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ മനുവേട്ട, എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോഴേ നേരെ നിൽക്കാൻ പറ്റണില്ല. എന്നാന്നറിയത്തില്ല, കാലിന്റെ വിരല് മുതൽ നെറുക വരെ വേദനയാ. അനങ്ങാൻ പറ്റണില്ല, ഒന്ന് ചലിക്കാൻ പറ്റണില്ല എന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഇറങ്ങിപ്പോയിട്ടോ. വെറുതെ അവർക്കിടയിൽ കട്ടുറുമ്പ് എന്തിനായി ആകുന്നതെന്ന് ഓർത്താന്ന് തോന്നുന്നു നമ്മുടെ മനു ഇറങ്ങി പോകുന്നത്. അങ്ങനെ മനു അല്ല, സോറി, രോഹിത് ഇറങ്ങി പോകുന്നത്. അങ്ങനെ നമ്മുടെ മനു അവിടെ വന്ന് ഇരുന്നു. മനു വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഈ പനിയൊക്കെ വന്ന് ഇങ്ങനെയാണെന്നേ, ദേഹം മുഴുവൻ വേദനയായിരിക്കും, ഈ പഴുത്ത് കയറുന്നത് പോലെ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പിടിച്ചു നോക്കാം കേട്ടോ നെറ്റിയില്. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം കൊള്ളാം, 102 ഡിഗ്രി പനിയുണ്ടല്ലോ. കറക്റ്റാ മനുവട്ടം പറഞ്ഞത്. തെർമോമീറ്റർ വെച്ച് നോക്കിയായിരുന്നു. അതെങ്ങനെ മനുവേട്ടന് മനസ്സിലായി? കൈവച്ച് നോക്കിയപ്പം 2 ആഴ്ച പിടിക്കും. അത്ര വേണ്ടി വരും മനുവേട്ട? പിന്നെ ഉറപ്പല്ലേ? ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചല്ലോ അല്ലേ? അച്ഛൻ വിളിച്ചു വരുത്തി ഡോക്ടറിനെ കണ്ട് മരുന്നൊക്കെ മേടിച്ചു. അല്ല, ഇവിടുത്തെ പിള്ളേരൊക്കെ ഇവിടെ പോയി? അവർക്ക് ക്ലാസ് ഉണ്ടല്ലോ മനുവേട്ട, അതുകൊണ്ട് അവര് പോയി. രണ്ടുപേരും പോയി തുടങ്ങിയല്ലോ അല്ലേ? അല്ല, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? നിന്നെ നോക്കാൻ ആരാ ഇവിടെ ഉള്ളത്? എന്നെ നോക്കാൻ ഇവിടെ 4 പേരുണ്ട്. അച്ഛൻ, രോഹിത്, ബബിത, കൃഷ്ണമോള്. ഇത് പോരെ എന്നെ നോക്കാനായിട്ട്? ഇവര് പോരെ എന്നെ നോക്കാനായിട്ട്? ഓ, നീ കിടപ്പിലായപ്പം എല്ലാവരുടെയും മനസ്സലിഞ്ഞോ? നമ്മൾ സ്നേഹം കൊടുത്താലേ അത് തിരിച്ചു കിട്ടും മനുവേട്ട, അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഒരിക്കലും നമ്മൾ സ്നേഹം കൊടുത്തൊന്നും വെറുതെ ആവത്തില്ല. എന്റെയും പ്രതീക്ഷിച്ച് കൊടുത്താൽ കിട്ടൂന്നാ, പക്ഷെ ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. കിട്ടുമായിരിക്കും അല്ലേ എന്ന്. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അതൊരു പരാതിയാണല്ലോ. വലിയ പരാതിയാണല്ലോ. പരാതിയാകാം, പരിഭവമാകാം, സങ്കടമാകാം, നിരാശയാകാം, എല്ലാം ആകാം. എല്ലാം സംഗതി ഒന്ന് തന്നെയാണല്ലോ മോളെ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അല്ല, മനുവേട്ടനോട് ആരാ പറഞ്ഞത് എനിക്ക് സുഖമില്ലെന്ന്? അറിഞ്ഞു, അത് മാത്രം കരുതിയാ മതി. ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചായിരുന്നു, അപ്പോഴാ കോള് വന്നത്. പിന്നെ എറണാകുളം യാത്ര ക്യാൻസൽ ആക്കി ഞാൻ ഇങ്ങ് തിരിച്ചു പോകുന്നു. അല്ല, എന്നെ ഓർത്ത് വന്നാണോ മനുവേട്ടന്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നെ അല്ലാതെ പിന്നെ ഞാൻ ആരെ ഓർക്കാനാ, ആരെ കാണാനാ? അപ്പൊ നിന്നെ ഓർത്ത് വന്നതല്ലേ? ഞാനിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ മനുവേട്ട. ബബിത പോലും ഇപ്പൊ എന്നോട് അലിവ് കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു. ഇവിടുത്തെ 3 കുട്ടികളെയും ഞാൻ ഏറ്റെടുത്തു. ഇപ്പോഴും അവരെന്റെ കുട്ടികൾ തന്നെയാ. രോഹിയും ഒതുങ്ങി കിട്ടിയില്ലേ? എല്ലാവരും ഒതുങ്ങി, എല്ലാവരും. പിന്നെ ഒരാൾ ഒഴികെ, ഒരാൾ മാത്രം ഇതുവരെ ഒതുങ്ങിയിട്ടില്ല. വൈജയന്തി മേഡം അല്ലേ? അതിനെ ഒതുക്കാനേ നീ ഇച്ചിരി പാടുപെടും. അപ്പൊ നമ്മുടെ അലീനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.